നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറത്ത് സ്കൂട്ടർ യാത്രക്കാരി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. വളാഞ്ചേരി വട്ടപ്പാറ സ്വദേശിനി ആലുങ്ങൽ സിറാജുന്നിസയാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. വളാഞ്ചേരി കുറ്റിപ്പുറം ദേശീയപാതയിൽ ചേട്ടൻമൂടാലിൽ ഒലിവ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടം നടന്നത്. റോഡിലെ വെള്ളക്കെട്ട് മറികടക്കാനുള്ള ശ്രമത്തിനിടെ വാഹനം നിയന്ത്രണം വിട്ട് ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു. യുവതി തൽക്ഷണം മരണപ്പെട്ടു. ഒരേ ദിശയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ സഹയാത്രികയായിരുന്ന വളാഞ്ചേരി കാട്ടിപ്പരുത്തി സ്വദേശിനി ചെകിടൻകുഴിയിൽ റാഫിദയെ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എടപ്പാൾ ആശുപത്രിയിലെ ട്രെയിനിംഗ് വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്നതിനിടെ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ ഇരുചക്രവാഹനം ചാലിശ്ശേരി പോലീസ് പിടികൂടി. തൃത്താല ഉള്ളന്നൂർ സ്വദേശികളുടെ ഇരുചക്രവാഹനമാണ് പിടിച്ചെടുത്തത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂറ്റനാട് ചാലിശ്ശേരി പാതയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ റോഡിൽ നിന്ന് അമിതവേഗതയിലെത്തിയ ബൈക്ക് യുവതിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം തൃത്താല റോഡിലൂടെ നിർത്താതെ ഓടിച്ചു പോവുകയാണുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. കോക്കൂർ സ്വദേശിനി 45 വയസ്സുള്ള പൊന്നമ്പത്ത് ബിന്ദുവിനാണ് പരിക്കേറ്റത്. ഇവർ കൂറ്റനാട് സ്വകാര്യ ക്യാൻറ്റീൻ ജീവനക്കാരിയാണ്. അപകടത്തിൽ തലക്ക് പരിക്കേറ്റ ബിന്ദുവിനെ ഓടിക്കൂടിയവരും കൂറ്റനാട്ടെ തൊഴിലാളികളും ചേർന്ന് ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടാക്കിയ ബൈക്ക് കണ്ടെത്താനായി സമീപ പ്രദേശങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് തൃത്താല ഉള്ളന്നൂർ സ്വദേശികളുടേതാണ് വാഹനമെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. CCTV ന്യൂസ് തൃത്താല. തൃശൂരിലെ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് വജ്രക്കല്ലുകളും സ്വർണ്ണമാലയും കവർന്ന സംഭവത്തിൽ ഒളിവിലായിരുന്ന 5 പേർ എടപ്പാളിൽ പിടിയിലായി. കവർച്ച ചെയ്ത വജ്രക്കല്ലുകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശികളായ ഫൈസൽ, അഫ്സൽ, നിജാദ്, സെയ്ദാലി, അജിത്ത് എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. എടപ്പാൾ പട്ടാമ്പി റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ P. ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഘം മുറിയെടുത്തത്. കവർച്ച ചെയ്ത വജ്രക്കല്ലുകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. മൂന്നാർ, കാലടി തുടങ്ങിയ ഭാഗങ്ങളിൽ ഏതാനും ദിവസങ്ങളായി പ്രതികൾ ഒളിവിൽ കഴിയുകയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. കേസിൽ പ്രതികളായ 5 പേരെ നേരത്തെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് കുമാർ സമർപ്പിച്ച പരാതിയിലാണ് കൊല്ലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. പിടിയിലായ പ്രതികളെ കൊല്ലത്തെത്തിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. തൃശൂരിലെ ജ്വല്ലറിയിലെ ഡയമണ്ട് സെക്ഷനിലെ മാർക്കറ്റിംഗ് മാനേജറായ സുരേഷ് കുമാറിനെയും സുഹൃത്തുക്കളെയും ഡയമണ്ട്സ് ആവശ്യമുണ്ടെന്നറിയിച്ച് കൊല്ലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ച് അവശരാക്കിയ ശേഷം ബാഗിൽ സൂക്ഷിച്ചിരുന്ന 6.5 ലക്ഷം രൂപ വില വരുന്ന 2 വജ്രക്കല്ലുകളും സുരേഷ് കുമാറിന്റെ സുഹൃത്ത് ധരിച്ചിരുന്ന 3 പവന്റെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണുകളുമാണ് പ്രതികൾ കവർന്നത്. മഴ തുടങ്ങിയതോടെ പട്ടാമ്പി പട്ടണത്തിലെ പ്രധാന പാതയിൽ അപകടക്കുഴികൾ. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് ഭീഷണി ഉയർത്തുകയാണ്. റോഡിലെ കുഴികളടക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ഒരു ഭാഗത്ത് റോഡ് തകർന്നുള്ള കുഴികൾ, മറുവശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി നേരെയാക്കാൻ റൂട്ടിൽ കുഴിച്ച കുഴികൾ. പട്ടാമ്പി ടൗണിലെ പ്രധാന പാത കുഴികളാൽ സമ്പന്നമാണ്. മഴ തുടങ്ങിയതോടെ ഈ കുഴികളെല്ലാം നീന്തൽക്കുളങ്ങളായി മാറുന്ന കാഴ്ചയാണ്. എന്നാൽ ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊന്നും അത്ര സുഖകരമായ കാഴ്ചകളല്ല. ശ്രദ്ധ ഒന്നു പാളിയാൽ അപകടം ഉറപ്പ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ മേലെ പട്ടാമ്പി വരെയും റോഡിലെ പലയിടത്തും അപകടക്കുഴികളാണ്. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ദുരിതം സൃഷ്ടിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് യാത്രയെങ്കിൽ അപകടം ഉറപ്പ്. കുഴി ഭയങ്കര പ്രശ്നമാണ്. അത് ഇപ്പൊ കുറെ ദിവസമായി തുടങ്ങിയില്ല കുഴി. അതിപ്പോ ഇതുവരെ മൂടിയിട്ടില്ല. അതിപ്പോ അധികം ബൈക്കാർക്കാണ് അതിൽ പോയി കുടുങ്ങുക. രാത്രിയൊക്കെ അതിൽ വെള്ളം കെട്ടിയെന്ന് ഒന്നും അറിയില്ല. അപ്പൊ ബൈക്കാർക്ക് അപ്പൊ അതിൽ പോയി ചാടും, മറിയും, പല അപകടം പറ്റും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തൂർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ചെയ്യേണ്ടൊക്കെ ഇപ്പൊ അധികാരികളല്ലേ ചെയ്യേണ്ടത്. യാത്രക്കാർക്ക് ദൂരം തന്നെയാണ്. അവര് യാത്രക്കാരൊക്കെ ചളി തെറിക്കും, എന്തൊക്കെ ഉള്ള പ്രശ്നം തന്നെയാണ് അതിന്റെ. രാത്രിയാണ് അതിന്റെ മെയിൻ പ്രശ്നമായിട്ട്. രാത്രിയൊക്കെയാണ് ഇപ്പൊ അതിൽ ബൈക്ക് പോയി ചാടുക. വാഹനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഈ സൈഡില് വലിയൊരു കുഴിയായി ഇപ്പൊ അത് മാറി. ഇനിയും വലിയ കുഴിയായി മാറും. അപ്പൊ അതിന് മുമ്പ് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപകടം ഇതിന് മുമ്പ് അപ്പുറത്തൊരു കുഴി ഉണ്ടായിട്ട് ഒരാൾ മരിക്കണ്ടായിരുന്നു.
ഇതിന് മുമ്പേ. അപ്പുറത്തെ ഇതേമാതിരി കുഴിണ്ടായിട്ട് അതുപോലെ മരിച്ചു. അതിന് ശേഷമാണ് പിറ്റേ ദിവസം വന്നിട്ട് അവര് തൂർത്തു ഇതായത്. പിറ്റേ ദിവസം വന്ന് തൂർത്തത്, നെറ്റിൽ വന്ന് തൂർത്ത്. അതേമാതിരി ഇപ്പൊ അപകടം വരുമ്പോഴാണ് ഇപ്പൊ അവര് വരിക. അതുവരെ ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്യില്ല. അത് ചെയ്യണതും അതിന്റെ മുമ്പ് ചെയ്താൽ അത്രയും നല്ലതല്ലേ, ചെയ്യണ്ടേ? നമുക്കിത് പറയാനല്ലേ പറ്റുള്ളൂ. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുഴിയിൽ നിന്നുമുള്ള വെള്ളം വഴിയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും പതിവാണ്. ടൗണിലെ ഗതാഗതക്കുരുക്കിനും ഈ കുഴികൾ ആക്കം കൂട്ടുന്നു. മഴ ശക്തമാവുന്നതിന് മുമ്പ് തന്നെ കുഴികൾ അടച്ച് ടൗണിലെ യാത്ര സുഗമമാക്കണമെന്നാണ് പട്ടാമ്പിക്കാരുടെ ആവശ്യം. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൊടിയും തൊടിക്കോലും മാത്രം ബാക്കിയാക്കി യാത്രയായ നാടൻ പാട്ടുകാരൻ രതീഷ് തിരുവരങ്കന്റെ കുടുംബത്തെ സഹായിക്കാൻ നാടൊരുമിക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുടുംബസഹായ സമിതി രൂപീകരിച്ചു. മെയ് 13 കുളപ്പുള്ളിയിൽ വെച്ച് ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് രതീഷ് മരണപ്പെട്ടത്. നാടൻ പാട്ടുകാരൻ, ഫോക്ലോർ അവാർഡ് ജേതാവ്, നിരവധി വേദികൾ പങ്കിട്ട ഗായകൻ, ചെണ്ടയും ഇടയ്ക്കയും കൈകാര്യം ചെയ്യാനറിയുന്ന മികച്ച കലാകാരൻ, നിരവധി ശിഷ്യഗണങ്ങളുള്ള പ്രശസ്ത ഗായകൻ തുടങ്ങി നിരവധി വിശേഷണങ്ങളുള്ള നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കന്റെ പെട്ടെന്നുള്ള വിയോഗം നാട്ടിലാർക്കും വിശ്വസിക്കാനായിട്ടില്ല. സ്കൂൾ തലം മുതൽ സർവകലാശാലകൾ വരെ വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കിടയിലും യുവസമൂഹത്തിനിടയിലും വലിയ സൗഹൃദവലയമുള്ള രതീഷിന്റെ വേർപാട് വലിയ ശൂന്യതയാണ് ഉണ്ടാക്കിയത്. സ്റ്റേജ് പരിപാടികളില്ലാത്തപ്പോൾ തെരുവുകളിൽ സംഭാരവും ശീതളപാനീയവും വിറ്റ് കുടുംബത്തിനെ സഹായിക്കാൻ രതീഷിന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. നാടൻപാട്ട് കലാകാരനായ അച്ഛൻ രാഘവനും ഭാര്യയും 5 വയസ്സുള്ള മകനും 1 വയസ്സുള്ള മകളുമടങ്ങുന്നതാണ് കുടുംബം. ഇവരുടെ എല്ലാവരുടെയും നെടും തൂണായിരുന്ന രതീഷിന്റെ കുടുംബത്തെ സഹായിക്കാൻ സുഹൃത്തുക്കളും വാവനൂർ ഗ്രാമവും ഒന്നിക്കുകയാണ്. പ്രായമേറെയുള്ള അച്ഛനോടൊപ്പം 3 സെന്റിലെ ജീർണിച്ച വീട്ടിലാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നത്. വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് രതീഷ് അരങ്ങൊഴിഞ്ഞത്. ആവുന്നത്ര സഹായങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബസഹായ സമിതി. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ചെയർമാൻ, VP രാജൻ കൺവീനർ, K ശരണ്യ ട്രഷറർ എന്നിവരാണ് സമിതിയുടെ ഭാരവാഹികൾ. CCTV ന്യൂസ് തൃത്താല. കൂറ്റനാട് മല റോഡിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാറിലെ യാത്രക്കാരിയായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. മുതുമല കോഴിക്കോട്ടിരി ALP സ്കൂളിലെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ നൽകി അച്യുതൻ സ്മാരക വിശാല ബെഞ്ച്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്രി ALP സ്കൂളിലേക്കാണ് കോഴിക്കോട്രി അച്യുതൻ സ്മാരക വിശാല ബെഞ്ചിന്റെ നേതൃത്വത്തിൽ വാട്ടർ ബോട്ടുകൾ വിതരണം ചെയ്തത്. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വാട്ടർ ബോട്ടുകൾ നൽകി. വാട്ടർ ബോട്ടിലിന്റെ വിതരണോദ്ഘാടനം മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി നിർവഹിച്ചു. സംഘടിപ്പിച്ചിട്ടുള്ളത് വിശാലബന്ധിയുടെ കലാസാംസ്കാരികൾക്കായിട്ട് ധാരാളം കേട്ടിട്ടും കാണുകയും ചെയ്തു. എന്നാലും വളരെയധികം സന്തോഷം. ഇത്തരം ഒരു കൂട്ടായ്മ നാട്ടിലെ എല്ലാ ജാതിയുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നാട്ടിലെ എല്ലാവരും കൂടി ചേരുന്ന വിശാലമായ ബന്ധ്, അതായത് നമ്മൾ കുറ്റങ്ങളിലൂടെ വിജയത്തിൽ ലഭിക്കുന്നത് അതെന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ വന്നപ്പോഴാണ് വിശാലബന്ധ് കൂടി കാര്യങ്ങൾ. വാർഡ് മെമ്പർ സുബീഷ് അധ്യക്ഷനായിരുന്നു. വിജയകുമാർ, ശ്രീദേവി, മാലതി, രാജേന്ദ്രൻ, മറ്റു അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന പരിപാടി ഉദ്ഘാടനം ചെയ്തു.
തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ആദരം ഒരുക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓട്ടോത്തിൽ വെച്ചായിരുന്നു ആദര സദസ്സ് നടത്തിയത്. ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെയും അനുമോദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും തന്നെ, ഇന്ന് നല്ല മഴയായിരുന്നു, രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. അത് ഞങ്ങൾ ശരിക്കും നല്ല ആശങ്കയിലായിരുന്നു. മഴയൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വരാൻ പ്രയാസമാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആശങ്കകളെ എല്ലാം തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും തന്നെ ഈ പരിപാടിക്ക് വന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അത് വളരെ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ തന്നെ ഉന്നതമായിട്ടുള്ള വിജയമാണ് നേടിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണ്. എന്തായിരുന്നാലും ഒരു വിജയം നേടിയ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ ഇനി ജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു മികച്ച വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളെ അതിന് പ്രാപ്തമാക്കിയിട്ടുള്ള അധ്യാപകരെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും വഴികാട്ടികളുണ്ട്, നിങ്ങൾക്ക് എല്ലാ നിലക്കും നിങ്ങൾ അതിന് പ്രാപ്തമാക്കിയ നിങ്ങളുടെ രക്ഷിതാക്കളെ എല്ലാവരും തന്നെ ഈ ഒരു അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി KS മഞ്ജുഷ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസിന് ചാത്തന്നൂർ അസബ് കരിയർ മെന്റർ ആൻഡ് സെന്റർ ഹെഡ് P ഗോപകുമാർ നേതൃത്വം നൽകി. ആ വർഷങ്ങളുടെ ദൈർഘ്യം വ്യത്യാസം വരാം, എന്നാലും ഒരു വ്യക്തി ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം എത്രയായിരിക്കാം അയാളുടെ ജീവിതത്തിൽ? ഒരു 30 വർഷം മിനിമം 20 വയസ്സിൽ അല്ലെങ്കിൽ 22 വയസ്സിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ 52 വയസ്സ് വരെ, അതൊന്നും അല്ല, ഇന്ന് 70 80 വയസ്സ് വരെയൊക്കെ അവരുടെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ മിനിമം പറയുകയാണെങ്കിൽ 35 അല്ലെങ്കിൽ 40 വരെ വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. കറക്റ്റ് ആണോ? നിങ്ങൾ സമ്മതിക്കോ നിങ്ങൾ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു വ്യക്തിയുടെ ലൈഫിന്റെ ജീവിതത്തിന്റെ ആകെ സമയത്തിന്റെ പകുതി സമയമെങ്കിലും മിനിമം ഒരാൾ ചിലവിടുന്നത് അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്. പാൽ വകുപ്പിന്റെ ഗ്രാമീണ ഡാക് സേവക് തസ്തികയിൽ നിന്നും വിരമിക്കുന്ന TVM അലിക്ക് പട്ടാമ്പിയിൽ യാത്രയയപ്പ് നൽകി. സഹപ്രവർത്തകരുടെയും മറ്റും നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ്. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ഗ്രാമീൺ ഡക് സേവക് തസ്തികയിൽ നിന്നും 42 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ TVM അലിക്ക് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പട്ടാമ്പി കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു യാത്രയയപ്പ് സമ്മേളനം നടത്തിയത്. ഒറ്റപ്പാലം ഡിവിഷൻ SPO MP രമേശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ 60-ൽ വരുന്ന ഈ കഥയിൽ ഗോവിനെ സൂചിപ്പിച്ചൊരു കാര്യം വയോജന വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വയോജനം. എന്താണ്? ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എഴുത്തുമായും പഠിപ്പിച്ച പോസ്റ്റ്മാനാണ്. നമുക്കിപ്പോൾ അങ്ങനെ ഊറ്റം കൊള്ളാനൊന്നും പറ്റില്ല, ആർക്കും പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു UDSMDക്ക് പോസ്റ്റ്മാൻ അങ്ങനെ ഊറ്റം കൊള്ളാൻ പറ്റില്ല. എത്ര തപ്പം പ്രശ്നങ്ങളുള്ള മണി ഓർഡറുകൾ ഇപ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 100% സാക്ഷരതയുള്ള കേരളത്തിലെ കാര്യമാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞങ്ങളോട് വെച്ച് ഞങ്ങൾ പറയാം. പൊതുവെ നിങ്ങൾക്കറിയില്ല, 100% സാക്ഷരത വലിയൊരു നുണയുടെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് ഇപ്പോഴും വലത്തെ കയ്യിലെ തള്ളവരൽ കാണിച്ച് മണി ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുന്ന നെഞ്ചത്തോട്ട് പറയാൻ പറ്റുമോ? ഒരു പോസ്റ്റ്മാൻ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തിൽ 60കളിൽ ഏതാണ്ട് 70 കൊല്ലം 63 കൊല്ലം മുമ്പേ അങ്ങനൊരു കഥ വരണമെങ്കിൽ എത്രമാത്രം ആ ഒരു സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യകാരൻ ഈ തപാൽ വകുപ്പിനെ വളരെ ഗൗരവപൂർവ്വം കണ്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. പട്ടാമ്പി സബ് ഡിവിഷൻ ASP AV അജിത് അധ്യക്ഷനായിരുന്നു. മേലെ പട്ടാമ്പി SPM രാഹുൽ, CP ചിത്രമാനു, മുരളീധരൻ, S അഴഗിരി, ഡോക്ടർ മുഹമ്മദ് കുട്ടി, ഹുസൈൻ തട്ടത്താഴത്ത്, ബാലകൃഷ്ണൻ, കല്യാണിക്കുട്ടി, പരമേശ്വരൻ, ജാഫർ, രമണി പള്ളിപ്പുറം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ TVM അലി മറുപടി പ്രസംഗവും നടത്തി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.